ഫെമിനിസം ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണിത്. അപ്പോ എന്നാണിത് ശരിക്കും? നമുക്ക് ലളിതമായി ഒന്ന് നോക്കാം. ആദ്യം തന്നെ ഏറ്റവും സാധാരണമായ ഒരു ചോദ്യം: ഫെമിനിസം സ്ത്രീകൾക്കു വേണ്ടി മാത്രമുള്ള ഒന്നാണോ? ഇതിന് വളരെ ലളിതമായ ഒരു ഉത്തരം പ്രിയങ്ക ചോപ്രയുടെ ഒരു വാക്കിലുണ്ട്. നോക്കൂ, ഇത് സ്ത്രീകളുടെ മാത്രം കാര്യമല്ല, എല്ലാവരുടെയും സമത്വമാണ് വിഷയം. ഇതാണ് ഇതിലെ പ്രധാന പോയിന്റ്. അപ്പൊ നമുക്ക് ഈ വാക്കുകളൊന്ന് ആഴത്തിൽ പരിശോധിക്കാം, അല്ലേ? ആദ്യം തന്നെ ഇതൊരു തുറന്ന സംഭാഷണമാണ്. ഇതിൽ പുരുഷന്മാരുമുണ്ട്, സ്ത്രീകളുമുണ്ട്. അതായത് ഫെമിനിസ്റ്റ് ആവാനാണമെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല, സമത്വത്തിൽ വിശ്വസിച്ചാൽ മതി. ഇവിടെ പ്രധാനം നിങ്ങൾ ആരാണെന്നല്ല, നിങ്ങൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നതാണ്. അതായത് സമത്വത്തിനായുള്ള പോരാട്ടം. പക്ഷേ ഈ സമത്വം ആർക്കൊക്കെ വേണ്ടിയുള്ളതാണ്? അതാണ് അടുത്ത പ്രധാന ചോദ്യം. ഉത്തരം വളരെ ലളിതമാണ്: എല്ലാവർക്കും. ഈ ഒരു വാക്കുമതി എല്ലാം മാറിമറിയാൻ. കൂട്ടത്തിൽ ഒരു വലിയ തെറ്റിദ്ധാരണയും തിരുത്തുന്നു: ഇത് സ്ത്രീകൾക്കു വേണ്ടി മാത്രമല്ല. അപ്പൊ നോക്കൂ, ഫെമിനിസം സ്ത്രീകൾക്കു വേണ്ടിയാണെന്ന ധാരണ തെറ്റാണ്, അതെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അപ്പോ ഇതെല്ലാം ചേർത്ത് വെച്ച് നമുക്ക് ഫെമിനിസത്തിന് ഒരു ലളിതമായ നിർവചനം കൊടുത്താലോ? അതായത് ഫെമിനിസം എന്നത് ലിംഗഭേദമില്ലാതെ എല്ലാവരുടെയും സമത്വത്തിനു വേണ്ടി നിലകൊള്ളലാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഫെമിനിസം ഒരു ഗ്രൂപ്പിന്റെ മാത്രം കാര്യമല്ലാതാവുന്നു, അല്ലേ? പകരം അതെല്ലാവരും ഒരുമിച്ച് നേടേണ്ട ഒരു ലക്ഷ്യമായി മാറുന്നു. അതാണിതിലെ ഭംഗി. അപ്പോ ഫെമിനിസത്തെ എല്ലാവരുടെയും സമത്വത്തിനായുള്ള പോരാട്ടമായി കാണുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടിനെ എങ്ങനെ മാറ്റുന്നു? ഒന്ന് ആലോചിച്ചു നോക്കൂ.